ഇനി കുറച്ചും കൂടി ഉള്ളട്ടെ നമുക്ക് ബാമ്പൂലോട്ട് എത്താൻ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞുമലയൊക്കെ കാണാം. അവിടെ അടിയിൽ താഴെ കാണാണ് ബാമ്പൂട്ട, നേരെ മുകളിൽ കാണാൻ അന്നപൂർണ. ഇനിയും ഒരുപാട് ട്രക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ, കാണാട്ടെ ഇനിയും ബാക്കി. റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിന്നാട്ടാണ്. ബാമ്പൂട്ട് ഇനിയുണ്ട്. ഇപ്പം ഞാൻ ഒറ്റക്കുള്ളൂ. ഇവിടെ സ്ഥലം കണ്ട രസോട്ടൊക്കെ കാണാൻ. ചുറ്റിനും കാടാടാ, കൊടും മനം. അപ്പം നടന്ന് ഇവിടെ നമ്മളെ ഫ്രണ്ട്സ് ഇവിടെ ക്യാമ്പ് ചെയ്യണ്ടട്ടാ. അപ്പം അത് ചായ കുടിക്കാൻ നിൽക്കണേട്ടാ. അപ്പോൾ ബാക്കി അങ്ങോട്ടേക്കുള്ള കാഴ്ചകൾ കാണാം. ബാമ്പൂട്ടോണ വഴി കേട്ടോ ഈ പാലം കയറി നടക്കണം. ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ, നോക്കി. അയ്യോ നല്ല ടയേർഡാണ്. നേരെ കണ്ടോ താഴേക്ക് നല്ല വ്യൂ കേട്ടോ. അത് ബാമ്പൂലേക്ക് എത്തിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനിയുണ്ട് കുറച്ചും കൂടി നടക്കാൻ. കുറേ നേരമായിട്ട് ബാമ്പൂലെത്തും എന്ന് പറയണം, പക്ഷേ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. നമ്മൾ പോണ വഴി നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. നല്ല ഫ്രഷ് വാട്ടർ കേട്ടോ. ധൈര്യമായിട്ട് നമുക്ക് കുടിക്കാം, ഒന്നും സംഭവിക്കില്ല. ഇവിടെ നിന്ന് നടന്ന് പക്ഷേ പകുതി ആയിട്ടോ. ഉണ്ടോ ഇവിടെ ചെറിയ ഒരു റൂം പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇരിക്കാൻ. ഒരുപാട് നടന്ന് വന്നാട്ടോ. അപ്പോൾ ഒരു ബാത്റൂം കണ്ടോ, പക്ഷെ എൻ്റെ അകത്തോട്ട് കയറാൻ പോലും പറ്റില്ല, കഷ്ടമുണ്ട്. ഈ കാണുന്ന ഫുള്ള് മഞ്ഞുമല കേട്ടോ. അവിടുത്തെ വ്യൂ നോക്കി കണ്ടോ. ഇവിടെ കുത്തനെ താഴേക്ക് ഇറക്കും. ഇത് ഇറങ്ങണോട്ടോ നമ്മ. ഇനിയും പോണം ഒരു മണിക്കൂറോളം. അവിടെ നിന്നുള്ള വ്യൂ നോക്കി. നേരെ മേളിൽ മഞ്ഞുമല കേട്ടോ ഫുള്ള് കണ്ടോ. ഇത് കണ്ടോ ഞാൻ നടക്കണ വഴി കേട്ടോ. നേരെ കൊക്കേട്ടോ താഴെ. ശരി അടിപൊളിയാണ്. നമുക്കിനി ഇത് താഴോട്ടേക്ക് ഇറങ്ങണം കേട്ടോ. അയ്യോ ഈ ബ്യൂട്ടി നോക്കി. പറയാനറിയില്ല, അതുകൊണ്ടാണ് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ സമയം ഏതാണ്ട് 6 മണിയായിട്ടോ. നമ്മ വെളുപ്പിന് 6:30 തുടങ്ങിയ ട്രക്കിംഗ് ആണ്. ഇപ്പോഴും നമ്മൾ ബാമ്പു കവർ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചത് നേരെ ഹിമാലയ കവർ ചെയ്യാനാണ്. അവിടെ കണ്ട് സ്റ്റേ അടിക്കാനായിരുന്നു പ്ലാൻ. അപ്പോൾ ഈ 6 മണി സമയം ഇപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നടക്കൽ പോസിബിൾ അല്ല. അപ്പോൾ എത്രയും വേഗം നമ്മൾ ഇവിടെ നിന്ന് ബാമ്പു കവർ ചെയ്യണം, എന്നിട്ട് വേണം സ്റ്റേ അടിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് രാത്രി ഇവിടെ പെടും. അപ്പോൾ വേഗം നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. ഇങ്ങനെ താഴത്തേക്ക് കുത്തനെ പറ്റണത്രോ നടന്നു ഗൈസ്. നടന്നത് ബാമ്പു എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നുള്ള കാര്യം എങ്ങനെയെന്ന് നമുക്ക് നോക്കാട്ടോ. അങ്ങ് കുറച്ച് നടക്കണം. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കട്ടോ. എൻ്റെ കാലിൻ്റെ ഇപ്പോൾ ലിഗമെൻ്റ് പോയിട്ട് ഒട്ടും വയ്യ. അതേപോലത്തെ സ്ഥലം കുറച്ച് കഷ്ടപ്പെടണം. എന്തായാലും അതിലും വന്ന് കയറി നോക്ക്. പറ്റെല്ലാവർക്കും ഉണ്ട്. സിമ്പിളാണ്, നടന്നാൽ മതി. നമ്മളിപ്പോൾ 6 മണിക്ക് തുടങ്ങി നടത്തും. ഇടയ്ക്ക് ഒരു ബിസ്ക്കറ്റ് കഴിച്ച് അങ്ങനെ നടന്ന് ഇപ്പോൾ സമയം ഏതാണ്ട് 6:30 കഴിയാൻ പോകുന്നു. അപ്പോൾ ഇനി ബാമ്പൂല് ചിലപ്പോൾ സ്റ്റേ അടിക്കില്ല എന്നൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം.
അപ്പോൾ ബാക്കി അവിടുത്തെ കാര്യങ്ങൾ അവിടെ വെച്ച് കാണാട്ടെ. അപ്പോൾ ഇതാട്ടെ ബാംബു വില്ലേജ്. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ടെൻ്റ് അടിക്കാൻ ഓപ്ഷൻ വല്ല നോക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ റൂം എടുക്കേണ്ടി വരും. ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് നോക്കാം. ഇന്നിപ്പോൾ കണ്ട കാഴ്ച ഇമാരോടെ കിടന്ന് ഇടി പിടിക്കണ കേട്ടോ. വ്യൂ ആട്ടത്. അപ്പോൾ ഗൈസ് നമുക്ക് ഇന്നിപ്പോൾ ബാംബുക്കിൽ ടെൻ്റ് അടിക്കേണ്ട വന്നിട്ട്. അപ്പോൾ നമുക്ക് ഹിമാലയ കയറാനായിരുന്നു പ്ലാൻ. അപ്പോൾ കയറാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ ടെൻ്റ് അടിക്കണം കേട്ടോ. എന്നിട്ട് ഇവിടെ തന്നെ കുക്ക് ചെയ്ത് ഉറങ്ങാനാണ് പ്ലാൻ. അതിൻ്റെ പരിപാടിയിലാട്ടോ. അപ്പോൾ ഹലോ ഗൈസ്, നമുക്ക് ഇന്ന് ബാംബുവിൽ ടെൻ്റ് അടിക്കേണ്ട സാഹചര്യം വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാത്രി ഇത്ര സമയം നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് വയ്യാണ്ടും വന്നപ്പോൾ നമുക്ക് മേളിയിട്ട് ഇനി മല കയറാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ഓൾമോസ്റ്റ് ഒരു 7 മണി കഴിഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇവിടെ ടെൻ്റ് അടിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ കൂടെയിട്ട് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നേരെ കിടന്ന് ഉറങ്ങാൻ മഴ. അപ്പോൾ എൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് കൂടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നാളത്തെ യാത്ര കാണാം.